നല്ല ചുടു സാമ്പാർ, അതിൻ്റെ കൂടെ ഇഡ്ഡലി ദോശ ഒക്കെ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാമ്പാറും ഹോട്ടലിലുണ്ടാക്കുന്ന സാമ്പാറും കൂടി നല്ല വ്യത്യാസമുണ്ടല്ലേ. അപ്പോൾ അങ്ങനത്തെ ഹോട്ടൽ സ്റ്റൈൽ ടിഫിൻ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന്. കിള്ളിപ്പോട്ട സാമ്പാർ എന്നാണ് ഈ സാമ്പാറിന് പറയുന്നത്. ഇതിൽ സാമ്പാർ പൊടിയൊന്നും ചേർക്കില്ല, എന്നാൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു പ്രഷർ കുക്കറിലേക്ക് ഒരു 1/4 കപ്പ് തുവരപ്പരിപ്പാണ് എടുക്കുന്നത്. ഇതിൽ 2 തരത്തിലുള്ള പരിപ്പുകളാണ് ചേർക്കുക. പിന്നെ ഈ കിള്ളിപ്പോട്ട സാമ്പാറിൻ്റെ പ്രത്യേകത, ഇതിൽ പുളിയും ചേർക്കില്ല, സാമ്പാർ പൊടിയും ചേർക്കില്ല. അപ്പോൾ 1/4 കപ്പ് നമ്മൾ തുവരപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 3/4 കപ്പ് നമ്മുടെ ചെറുപയർ പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ കൂടുതലായിട്ട് ചെറുപയർ പരിപ്പാണ് ഇടേണ്ടത്. 3/4 കപ്പ് വേണം. ഇനി ഇതിനെ നന്നായി ഒന്ന് നമുക്ക് കഴുകി എടുത്തിട്ട് വരാം. കഴുകി നല്ല ക്ലീൻ ആക്കി കഴുകിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഹോട്ടൽ സാമ്പാറിൽ എപ്പോഴും നമ്മുടെ പരിപ്പാണ് കൂടുതൽ കാണുക. ഇതിലധികം വെജിറ്റബിൾ ഒന്നുമില്ല. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഞാനിത് ഇന്നിപ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ചൂട് കുറേ നേരം ഇരിക്കും. നല്ലെണ്ണയിലാണ് കിള്ളിപ്പോട്ട സാമ്പാർ തയ്യാറാക്കുക. അപ്പോൾ അതിനായിട്ട് നല്ലെണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണ ചൂടാവാൻ കുറച്ച് സമയമെടുക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ചട്ടിയാണെങ്കിലും ചൂടാവാൻ സമയമെടുക്കും. ചൂടായി കഴിഞ്ഞാൽ പിന്നെ ആ ചൂട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ആദ്യം പൊട്ടിച്ചിട്ടുണ്ട്. ഈ സാമ്പാറിൻ്റെ പ്രത്യേകത കടുക് ആദ്യം പൊട്ടിക്കും. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ജീരകം കൂടിയിട്ടുണ്ട്. ജീരകവും നന്നായി പൊട്ടണം. ഇനി ഒരു 2-3 ചുവന്ന മുളകും കൂടി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ സാമ്പാർ വളരെ പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടിയാണ്. ഇതെല്ലാം നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ചെറിയ ഉള്ളി ഒരു 10-12 എണ്ണം ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക്, ചെറിയ ഉള്ളി മുറിച്ച് സ്ലൈസ് ചെയ്തതാണ്. കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായി ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. ഗോൾഡൻ കളറൊന്നും ആവണ്ട, പച്ചമണം മാറുന്നവരെ മാത്രം വഴറ്റിയാൽ മതി. ഈ സാമ്പാറിൽ പുളിയൊന്നും ചേർക്കില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ സാമ്പാറിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിത് സാമ്പാർ ഉച്ചയ്ക്ക് ഉണ്ണാനാണെങ്കിൽ ഇതിൽ പുളി ചേർത്തിട്ട് വേണം. അതല്ല നമ്മൾ ഇഡ്ഡലിയുടെ കൂടെയോ ദോശയുടെ കൂടെ ആണെങ്കിൽ പുളി ചേർക്കണ്ട. അതിലേക്ക് 1 ടീസ്പൂണോളം ഗാർലിക്ക് ചതച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഉള്ളി ഒന്ന് മൂത്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഉള്ളി ഒന്ന് വഴറ്റി വരുമ്പോൾ 1 കപ്പ് നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഇതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന പച്ചക്കറികൾ. ക്യാരറ്റ് വേണമെന്നുള്ളവർക്ക് കുറച്ച് ക്യാരറ്റ് വേവിച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ചെറിയ പീസായിട്ട് കുറച്ച് ക്യാരറ്റ്. ഇതൊന്ന് നമ്മുടെ ആ ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഓവറായിട്ട് ടൊമാറ്റോ മുഴുവനായിട്ട് സോഫ്റ്റായി പോകാൻ പാടില്ല. കുറച്ച് കടിക്കുന്നൊരു ഇതിലുണ്ടാവണം കേട്ടോ. ഇപ്പോൾ ഇതൊന്നായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടിയാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് ഓവറായിട്ട് മസാലകളൊന്നുമില്ല, എന്നാൽ നല്ല സൂപ്പർ ടേസ്റ്റി സാമ്പാർ തന്നെയാണ്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആദ്യമായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കരിയാതിരിക്കാനും ആ കളർ സാമ്പാറിന് പോവാതിരിക്കാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. 1 മിനിറ്റ് അല്ല, 1 സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ കളറ് മഞ്ഞ കളറിലിരിക്കും. മഞ്ഞ കളറിലിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അധികം പൊടികളൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഈ സാമ്പാറിലേക്ക് നമ്മളിട്ട് കൊടുക്കുന്ന 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂണോളം മുളക് പൊടിയാണ്. നിങ്ങളുടെ മുളക് പൊടിക്ക് എരിവുണ്ടെങ്കിൽ ഇത്ര വേണ്ട. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്തി കൊടുക്കണം. ഇത്ര മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. വേറെ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. അതിനെ ഒന്ന് നമുക്കൊന്ന് ഒരു 2 സെക്കൻഡോളം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ആ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പരിപ്പിൽ ആവശ്യത്തിന് വെള്ളം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം, നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച്. ഇപ്പം ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ കൂടെയൊക്കെ കഴിക്കുന്ന സാമ്പാറിൽ കുറച്ച് വെള്ളം പോലെ ആയിരിക്കും, ഒരുപാട് വെള്ളം ഉണ്ടാവുകയില്ല. ഇത് ഇരുന്നും കുറുകും. അതുകൊണ്ട് ഞാനിതാ കുറച്ചും കൂടി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും ഇപ്പം തന്നെ ചേർത്തി കൊടുക്കാം. ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് കുറവാണ്, അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പരിപ്പ് ചേർക്കണ മുമ്പ് കുറച്ച് പുളി ഒഴിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. കുറച്ച് ബട്ടർ ഇട്ടുണ്ട്. ഞാനിവിടെ നെയ്യിന് പകരം ബട്ടറാണ് ഇടുന്നത്. നെയ്യ് വേണമെന്നുള്ളവർക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിൻ്റേതായിട്ടുള്ള ഒരു ഫ്ലേവറൊക്കെ ഇട്ട് ഇതപ്പോൾ ഒരു 2 മിനിറ്റോളം തിളച്ചിട്ടുണ്ട്. സാമ്പാർ ഒരുപാട് തിളയ്ക്കരുത് കേട്ടോ. ഈ സാമ്പാർ ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫ്ലേവർ പോകുമെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതാ ഈ ആവശ്യത്തിന് കൺസിസ്റ്റൻസി ആയിട്ട് നല്ലൊരു ഫ്ലേവറും മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇല നല്ലോണം ഒന്ന് തൂവിക്കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് നമുക്ക് അടച്ച് ഓഫ് ചെയ്ത് വെക്കാം.
അപ്പോൾ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എഗെയിൻ ഞാനൊരു ഇത്തിരി ബട്ടറും കൂടി ഇട്ട് കൊടുക്കണ്ടേ. ബട്ടറിന് പകരം ഗീ വേണമെന്നുള്ളവർക്ക് ഗീ തന്നെ ഇട്ട് കൊടുക്കുക. ഗീ ഇടുന്നതാണ് കൂടുതൽ മണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ സാമ്പാർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.